Hello guys, good morning. അപ്പോൾ ദിസ് ആർ ഡേ 2. നമ്മളിന്ന് അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് പോകണം. കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ റെഡി ആക്കുന്നുണ്ട്. കുറച്ച് ബാങ്ക് അക്കൗണ്ട്സിൻ്റെയും അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് ഇന്ന്. പക്ഷെ ഇന്ന് പ്രോബബ്ലി ഫുൾ അങ്ങനെ പോകും. ഈവനിങ് നോക്കട്ടെ, ഞങ്ങൾ മാർക്കറ്റിലും കാണും, പോകാൻ നോക്കണം. അച്ഛൻ ഇവിടെ ട്രേഡിംഗ് കമ്പനിയാണ്. നമുക്ക് ഓഫീസൊക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ? ഇതിലിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പിന്നെ അവിടുത്തെ സ്റ്റാഫായിട്ട് ബാങ്കിലൊക്കെ പോയി കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ക്ലിയർ ചെയ്യണം. സോ ഒന്ന് കാണാം. ആ കാണുന്ന ബ്ലൂ ബിൽഡിങ് അവിടുത്തെ മെഡിക്കൽ കോളേജാണ്. ഞാൻ ഈ ചൈനീസ് ഒക്കെ എഴുതി വെച്ചേക്കുന്ന ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ ഓഫീസുള്ളത്. ഇവളുടെ പേരിലെ കമ്പനിയാണെന്നുള്ളൊരു പേര് പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ബ്ലിങ്കിറ്റ് അല്ലെങ്കിൽ സൊമാറ്റോ ഒക്കെ പോലുള്ള സാധനമാണെന്ന് തോന്നുന്നു. ആയിരിക്കും. ഇറങ്ങി നെക്സ്റ്റ് ഫ്ലോറിൽ നമുക്ക് 7th floor. ഇതാണ് നമ്മുടെ ഓഫീസ്. ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. നമ്മൾ യൂഷ്വലി എന്തെങ്കിലും കൊറിയറൊക്കെ വരുമ്പോൾ അവിടെ സ്റ്റോർ ചെയ്യും. പിന്നെ ഒരു കിച്ചൺ സ്പേസ് പോലെ. ഇതിൻ്റെ ഉള്ളിൽ വാഷ്റൂമാണ്. സോ ഇതാണ് നമ്മുടെ സ്റ്റാഫ്സിൻ്റെ ക്യൂബിക്കിൾ. സിറ്റിൻ്റെയും ബിൽഡിങ്സിൻ്റെ ഒക്കെ ഈ ഒരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മെഡിക്കൽ കോളേജാണ് അത്, ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. ദിസ് ഇസ് ആർ ഓഫീസ്. ഇനി അച്ഛൻ്റെ ക്യാബിനോട്ട് പോകാം. ഗണപതി അമ്പൂറ്റിയുണ്ട് ഇവിടെ. ഒരു ടേബിൾ, ഞാനും ചേച്ചി ഇരിക്കുന്ന ടേബിൾ. ആൻഡ് ദാറ്റ് ഇസ് അച്ഛൻസ് ടേബിൾ. ഹായ് മുതൽ. ഹായ് അച്ഛാ. അച്ഛൻ അപ്പൊ ഞാൻ വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞായിരുന്നു അച്ഛൻ ഇവിടെ ട്രേഡിംഗ് കമ്പനിയാണെന്ന്. ശരിക്കും ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെ ഗുഡ്സിന്റെ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്, അതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എല്ലാവിധ ഫർണിച്ചറും ചെയ്യുന്നുണ്ട്. ഹൗസ് ഫർണിച്ചർ ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ ഫർണിച്ചർ ചെയ്യുന്നുണ്ട്, ഹോട്ടൽ ഫർണിച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. ഫർണിച്ചർ ആണോ മെയിൻ? ഫർണിച്ചർ മെയിൻ ആണെങ്കിലും മറ്റെല്ലാ ഐറ്റംസ് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ ഐറ്റംസ്, ഹാർഡ്വെയർ ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട്. ജനറൽ ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് ഇയറിൽ സ്റ്റാർട്ട് ചെയ്ത? 2007. ഓക്കെ. അപ്പോ കസ്റ്റമേഴ്സിന് നമ്മൾ ബേസിക്കലി കൊടുക്കുന്ന സർവീസ് എന്താണ്? സർവീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് പ്രൊക്വയർ ചെയ്തിട്ട്, ഐറ്റംസ് പ്രൊക്വയർ ചെയ്തിട്ട്, പിന്നെ കമ്പനികളുമായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട്. അതെടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള പിന്നെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കും. ഓക്കെ. അപ്പോ അവരുടെ ഒരു നീഡ് അനുസരിച്ചിട്ട് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി അവരുടെ മാർക്കറ്റിൽ കാണിക്കുന്ന മാത്രമല്ല, നമുക്ക് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളുമായിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടറികളുണ്ട്. അപ്പൊ അവരൊക്കെ ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടുള്ള കമ്പനികളാണ്. അപ്പൊ അവരുടെ സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ട് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അതിന്റെ സ്പെക്ക് അനുസരിച്ച് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സാധനങ്ങൾ അയച്ചു കൊടുക്കും. അപ്പൊ അതുകൂടാതെ ഞങ്ങൾ ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ വരുന്ന കസ്റ്റമർക്ക് ചിലപ്പം ഇവിടെ വരാൻ വേണ്ടിയുള്ള ഇൻവിറ്റേഷൻസ്, വിസയ്ക്ക് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻസ്, അത് ഞങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ഡൽഹിയിലും ബോംബെയിലും ഒക്കെ നമുക്ക് ഏജൻസികളുണ്ട് ഇതിന്റെ ചെയ്തു കൊടുക്കുന്നത്. അവർ മുഖാന്തരം ചെയ്തു കൊടുക്കും. അപ്പം കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് ഈസിയാണ്. അതല്ലെങ്കിൽ പിന്നെ അവരിന്റെ വിസ ടെൻഷൻ ഇല്ലാതെ അവർക്ക് വിസ കിട്ടുന്നത്. അതിന്റെ പേയ്മെന്റ് മാത്രം കൊടുത്താൽ മതി. പിന്നെ സെക്കൻഡ് അവരിവിടെ വരുമ്പോൾ നമ്മൾ ഫാക്ടറി വിസിറ്റുകളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യും. അവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഫാക്ടറി പോയി ചൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് ഉണ്ട്. ഫർണിച്ചറിന്റെ ആയാലും ഇലക്ട്രിക്കലിന്റെ ആയാലും പിന്നെ ഹോട്ടൽ എക്യുപ്മെന്റ്സിന്റെ ഫാക്ടറികളുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ
അവരുടെ ഇതനുസരിച്ച് അവരുടെ രീതി അനുസരിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ വേണ്ടുന്ന സ്പെക്ക് വെച്ചിട്ട് ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പോ ഇതുകൂടാതെ ഞങ്ങളുടെ പിന്നെ അവരിപ്പോ സാധനം കണ്ടു കഴിഞ്ഞാൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഐറ്റം ആയാലും അവരെടുത്താലും അതിന്റെ QC, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റഫിങ്, അത് കഴിഞ്ഞിട്ടുള്ള ലോഡിങ്, കണ്ടെയ്നർ അറേഞ്ച്മെന്റ്, ഇതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. അതിനകത്ത് വേറെ അപ്പൊ അതുകൊണ്ട് ആ ടെൻഷൻസ് ഒന്നും കസ്റ്റമർക്ക് വരുന്നില്ല. ഓക്കെ. സോ ബേസിക്കലി ചൈനയിൽ വന്നിട്ട് ഇപ്പോൾ സാധനങ്ങൾ എടുക്കുമ്പോൾ ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടോ എന്ന് ടെൻഷൻ ഉള്ളവർക്ക് ആ ഒരു ടെൻഷൻ നമ്മൾ അവോയ്ഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ അതിന്റെ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. എന്തെങ്കിലും ഡാമേജോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ സെക്കൻഡ് ഷിപ്മെന്റിൽ നമ്മളത് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മൾ കവർ അപ്പ് ചെയ്ത് അത് സാധനം മാറ്റിയില്ലെങ്കിൽ സെൻഡ് ചെയ്തു. ഓക്കെ. സോ ബേസിക്കലി ചൈനയിൽ വരുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉള്ളൊരു സാധനം ഈ ക്വാളിറ്റി ആണല്ലോ. അപ്പം ക്വാളിറ്റിന്റെ അങ്ങനെ കുറവ് അല്ല. അതുകൂടാതെ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എടുക്കുന്ന ഐറ്റംസ് ഏത് ഐറ്റം എടുത്താലും ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞങ്ങൾക്കൊരു ഫർണിച്ചർ ഇന്ന ഐറ്റം ഉടനാണെങ്കിൽ ഉണ്ട്, ഇത്ര ക്വാളിറ്റി, ഇത്ര അതിന്റെ സ്പെസിഫിക്കേഷൻ, അതിന്റെ ലെഗിന്റെ തിക്നെസ്, അതിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് നമ്മളത് ആ രീതിയിലുള്ളത് തന്നെ ആയിരിക്കും അയച്ചു കൊടുക്കും. ചെക്കും ചെയ്യും അല്ലേ നമ്മൾ സ്റ്റാഫ് QCക്ക് ആളുണ്ട്, അവർ പോയി ചെക്ക് ചെയ്യും കറക്റ്റ് ആയിട്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇതിനകത്തുള്ള പിന്നെ എന്താ നമ്മുടെ ഇതില്ലേ എന്താ പറയുക, നമ്മുടെ ഷിപ്പിങ്ങിന് ആവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഞങ്ങൾ തന്നെ ചെയ്യും. അതിന്റെ എല്ലാ ഡോക്യുമെന്റേഷൻ ഞങ്ങളായിരുന്നു. അതിനകത്ത് വേറെ ആള് അഡീഷണൽ ആയിട്ട് അവർക്ക് എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഞങ്ങളുടെ ഒരു സർവീസ് ചാർജ് മാത്രമേ ഞങ്ങൾ ഈടാക്കും. അപ്പം നാട്ടില് ബേസിക്കലി സാധനം അവരുടെ വേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നവരെ. ഇതുകൂടാതെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരിപ്പം വന്ന് സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പിന്നെ അവരുടെ ഗോഡൗണിൽ അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ ചെയ്യുന്നു. നമ്മൾ അവർ സാധനം വെച്ചാൽ അവരുടെ സൈറ്റിൽ സാധനം എത്തിച്ചു കൊടുക്കും. സോ ബേസിക്കലി ഇവിടെ വരുന്നത് തൊട്ട് സാധനം സെലക്ട് ചെയ്ത് അവരുടെ വെയർഹൗസിൽ എത്തുന്നവരെയും നമ്മൾ ആ ഒരു എല്ലാം നമ്മുടെ ഇത് ബാക്കി എല്ലാ ഐറ്റംസ് അതെല്ലാം നമ്മൾ മീൻസ് അതിന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ സഹിച്ച് ചെയ്തു കൊടുക്കും. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ ആക്ച്വലി നമ്മളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. ആക്ച്വലി നമ്മളുടെ സ്റ്റാഫ് ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. നമ്മൾ ചൈനയിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ജസ്റ്റ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ 24 hours ചെയ്യണം അത്. അപ്പം നമ്മുടെ സ്റ്റാഫ് ഓൾറെഡി പോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബാങ്കിലും പോകണം. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ അവളെ പിക്ക് ചെയ്തിട്ട് പോകാനാണ് പ്ലാൻ. തൊട്ടടുത്താണ്, അപ്പം നടന്നു പോവാം. ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. സോ നമ്മളെ സ്റ്റാഫ് ഇവിടെ ഉണ്ട് ഓൾറെഡി. സോ പേപ്പറൊക്കെ വിക്കി ക്ലിയർ ചെയ്ത് തന്നു. ദിസ് ഇസ് വിക്കി. വിക്കി സേ ഹായ്. ഹലോ. ചിന്തു ഫുഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് കൊണ്ട് ഞങ്ങളിവിടെ ജസ്റ്റ് ഒരു ബേക്കറിയിൽ വന്നതാണ്. എൻട്രി ചെയ്യുന്നതിന് മുമ്പേ നല്ല ഫ്രഷ് ബേക്ക്ഡ് സ്മെൽ. താങ്ക് യു. എല്ലാം ഫ്രഷ്ലി ബേക്ക്ഡ് ആണെന്നാണ് തോന്നുന്നത്. ഇറ്റ് ഓൾ ലുക്സ് ഗുഡ് ആൻഡ് ഇതിനകത്ത് നല്ലൊരു അരോമയാണുള്ളത്. ഇതിൻ്റെ ലൈക്ക് ഫ്രഷ്ലി ബേക്ക്ഡിൻ്റെ ഒരു സ്മെല്ല് വരുമല്ലോ, ആ ടൈപ്പ് നല്ല സ്മെല്ലാണുള്ളത്. ടാർട്ട്സും എല്ലാം ഉണ്ട്. ഇതാണ് അപ്പം നമ്മൾ എടുത്ത സാധനങ്ങൾ. സോ നമ്മളിങ്ങനെ ഇവിടുത്തെ പ്ലേറ്റിൽ നമ്മൾ എടുക്കുക വിത്ത് ദാറ്റ്. അത് വെച്ചെടുത്ത് നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് ബില്ല് ചെയ്താൽ മതി. അവർ ബില്ല് ചെയ്ത് തരും. ദിസ് ആർ ദ പാക്ക്. ഇവിടെ ഇരുന്ന് കഴിക്കുന്ന സ്ഥലമുണ്ട്. ഇത് ടേബിൾ ഹിയർ കിഡ്സിനെ അട്രാക്ട് ചെയ്യാനാണെന്നാണ് തോന്നുന്നത്. ഇതൊരു കഫേ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. അച്ഛൻ എന്താ സാധനം എനിക്ക് അറിയത്തില്ല, എന്തൊരു സാധനം കഴിച്ച്. This is how it looks.
സോ അവിടെ നിന്ന് സ്നാക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ വാക്കബിൾ ഡിസ്റ്റൻസിൽ നേരെ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു ബാങ്ക്. സോ അങ്ങോട്ടേക്ക് പോയി. സോ ദിസ് ഇസ് ദി ബാങ്ക്. ഇവിടുത്തെ ABC ബാങ്ക്, അഗ്രികൾച്ചറൽ ബാങ്ക് ഓഫ് ചൈന. ഇതാണ് ഇവിടുത്തെ ABC ബാങ്ക്. ചൈനയിലെ ബാങ്ക്സ് ഉണ്ടോ നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല. ലൈക്ക് വെരി എസ്തെറ്റിക്കലി പ്ലീസിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവർ വളരെ നന്നായിട്ട് മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ചുകൂടെ വീഡിയോ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഓഫീസേഴ്സൊക്കെ ഇരിക്കുന്നത് ശരിക്കും ബുള്ളറ്റ് പ്രൂഫ് ക്യാബിൻസിൻ്റെ ഉള്ളിലാണ്. അവിടെ നിന്നാണ് അവർ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഏരിയ ആണ്. അങ്ങനെ ബാങ്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ടാക്സി പിടിച്ച് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് അപ്പോൾ അച്ഛനും ഇതിലും കൂടെ പ്ലാൻ ചെയ്തു ഫർണിച്ചർ മാർക്കറ്റിൽ പോകാനായിട്ട്. ഗൈസ്, നമ്മൾ ഫർണിച്ചർ നോക്കാൻ വേണ്ടി പോവാണ്. ഇത് നമ്മുടെ സ്റ്റാഫാണ് ഷെല്ലി. അച്ഛന് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നു. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ജസ്റ്റ് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലേക്ക് വന്നതാണ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെയർസ് ആൻഡ് യുനോ ഇവിടെ നമ്മുടെ ഓഫീസ് ക്യാബിൻസും എല്ലാം ഉണ്ട്. ഭയങ്കര ക്വാളിറ്റി സാധനമാണ്. ഇത് നമ്മളെ സ്റ്റാഫാണ്. ഇവർ ഇവിടുത്തെ ആൾക്കാരാണ്. സോ അച്ഛനവരുമായിട്ട് ചെയറും സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി അവരുടെ അടുത്ത് റേറ്റൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യണം. നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മളിവിടെ നോക്കാൻ വേണ്ടി വന്നതാണ്. അവർക്ക് വരാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മളിവിടെ വന്ന് നോക്കി ഇവരുമായിട്ട് നല്ലൊരു റേറ്റ് പറഞ്ഞ് ലൈക്ക് ഇവർക്കൊരു എമൗണ്ട് ആയിരിക്കും പറയുന്നത്. നമുക്കിവിടെ കുറച്ചുകൂടെ പരിചയമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ബെറ്റർ റേറ്റ്സിൽ കിട്ടും. അപ്പോൾ കസ്റ്റമേഴ്സിന് നമുക്ക് അവരിവിടെ വരണ്ട, നമുക്ക് തന്നെ അവർക്ക് നല്ല റേറ്റിൽ എടുത്ത് കൊടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് ദ പ്ലേസ്. ഇത് നമ്മളൊരു ടൈപ്പ് ചെയർ കണ്ടത് ആദ്യം തന്നെ ഫുഡ് റെസ്റ്റും ഇങ്ങനെ സ്ലീപ്പിംഗ് പോലെ ചെയ്യാൻ പറ്റുന്ന ടൈപ്സാണ്. കൊള്ളാല്ലേ?没有390，370，这不可以， 370可以了吗？不可以， 370，因为这个很多。 370不可以，很多东西不一样，他们还有320、300、310的。 സോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഓഫീസ് ഫർണിച്ചറിൻ്റെ സൈഡായിരുന്നു. ഇത് നമ്മുടെ ഹോം ആൻഡ് ലിവിങ് ഫർണിച്ചർ സൈഡാണ്. ഡൈനിങ് ടേബിൾസും കൗച്ചസും അങ്ങനത്തെ ഉള്ളതൊക്കെ. സോ ഇതൊരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളൊരു ലോകമാണ്. അപ്പം നമ്മളതിൻ്റെ ചെറിയൊരു പാർട്ട് കവർ ചെയ്യുന്നുള്ളൂ ഈ വീഡിയോയിൽ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ അച്ഛന് റെഫറൻസ് കൊടുക്കാം. സോ വിത്ത് ദിസ് ഞങ്ങളിവിടെ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പം ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ബൈ.